കഴുത്ത് വേദന വെറും ഒരു പോസ്ചറൽ പ്രശ്നം മാത്രമാണോ അതോ അതിനു പുറകിൽ മറ്റു കാരണങ്ങളുണ്ടോ? നമസ്കാരം, ഞാൻ ഡോക്ടർ സജന കെ എം, ഡോക്ടർ സജനാസ് ഹോമിയോപ്പതി, കുന്നംകുളം. നമ്മൾ ഇന്ന് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന കണ്ടീഷനെ പറ്റിയിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഈ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിലുള്ള സ്പൈനിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് വരുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ പൊതുവെ വയസ്സായവരിലാണ് ഇത് ഉണ്ടാവുക എന്നാണ് ആളുകൾ വിചാരിക്കുക. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി കൊണ്ട് ഞാൻ എന്റെ ക്ലിനിക്കിലൊക്കെ പലപ്പോഴും ലേറ്റ് 20s-ലും 30s-ലും 40s-ലൊക്കെ ഉള്ള ആളുകളിൽ ഈ ബുദ്ധിമുട്ടുമായിട്ട് കാണാറുണ്ട്. അപ്പം ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിന് വേദന, കഴുത്തിന് ഒരു സ്റ്റിഫ്നെസ് തോന്നും. പിന്നെ അതുപോലെ തന്നെ ആണ് ചില സമയത്ത് കയ്യില് ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, സൂചി കുത്തുന്ന പോലെ ഒരു പ്രയാസം, മരവിപ്പ്, പിന്നെ ചിലപ്പോഴൊക്കെ തലവേദന, ചിലരില് തലകറക്കം പോലും ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പം നേരത്തെ തന്നെ ഈ പലരിലും ചെറിയ പ്രായത്തിലൊക്കെ തന്നെ ഇത് തുടങ്ങുന്നതിന്റെ ഒക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദീർഘകാലമായിട്ടുള്ള ഒരു മൊബൈലും ലാപ്ടോപ്പ് ഉപയോഗം, പിന്നെ അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇപ്പം എപ്പോഴും നമ്മളുടെ ഈ അടുത്തായിട്ട് ഇപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു തലയുടെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ നോക്കുമ്പോൾ ഒരു ഫോർവേഡ് പൊസിഷൻ, ഒരു മുന്നോട്ട് ആഞ്ഞിട്ടാണല്ലോ നമ്മളുടെ തല എപ്പോഴും നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ കഴുത്തിലുള്ള മസിൽസിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഈ ടെൻഷൻ പോകെ പോകെ പിന്നെ ഇതൊരു ടൈറ്റ്നസ് ആയിട്ട് മാറും. പിന്നെ അത് ജോയിന്റ്സിനെ എഫക്ട് ചെയ്യും, പിന്നെ ഡിസ്കിനെയും നെർവ്സിനെ ഒക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു കാരണങ്ങൾ നോക്കുമ്പോൾ വെറും ഒരു പോസ്ചർ, നമ്മൾ ആ ഇരിക്കുന്ന രീതി കൊണ്ട് മാത്രം ആവണമെന്നില്ല. തുടക്കത്തിൽ അങ്ങനെ തോന്നാമെങ്കിലും ഇപ്പം ഇതിനൊരു ഇമോഷണൽ ലെയർ കൂടിയുണ്ട്. അതായത് പലപ്പോഴും ഇങ്ങനെ ഭയങ്കര ടെൻഷനുള്ള രീതിയിലുള്ള ആളുകൾ, ഒരുപാട് സ്ട്രെസ് കൊണ്ട് നടക്കുന്നവര്, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളുകൾക്കൊക്കെ എപ്പോഴും അവരുടെ കഴുത്തിന്റെ മസിൽസ് ഒക്കെ ഭയങ്കര ടൈറ്റൻ ആയിട്ട് എപ്പോഴും അവിടെ ഭയങ്കര ഒരു വേദന പോലെ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ടൈറ്റ്നസ്, മുറുക്കം ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് അവിടുത്തെ മസിൽസ് ഇങ്ങനെ ടൈറ്റൻ ആയി നിന്നിട്ട് പിന്നീട് അത് മൂവ്മെന്റ്സ്, കഴുത്തിന്റെ മൂവ്മെന്റ്സ് കുറയ്ക്കുകയും പിന്നീട് അത് ജോയിന്റ്സിനെ എഫക്ട് ചെയ്തിട്ട് അവിടുത്തെ ഒരു മെക്കാനിക്കൽ ലോഡൊക്കെ കൂടിയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേദനകളൊക്കെ പിന്നെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങും. അപ്പം ഇതിന് ഈ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് കണ്ടീഷനൊക്കെ സെൽഫ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ, പിന്നെ നമ്മുടെ ചെയറിന്റെയോ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന കാറിന്റെയോ ഒക്കെ സീറ്റിംഗ്, അതിന്റെയൊക്കെ ഒരു എർഗോണമിക്സ്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസിൽ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ടർ ക്രമീകരിച്ചിരിക്കുന്നു, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു നെക്കിന് സ്ട്രെയിൻ വരാത്ത രീതിയിൽ നമ്മൾ ഇത് ക്രമീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഉറക്കത്തിന് പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഇമോഷണലി ഭയങ്കര ടെൻഷൻസും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതിനൊക്കെ അഡ്രസ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഈ കയ്യിലേക്കുള്ള വേദനയും പിന്നെ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ മരവിപ്പൊക്കെ വരുന്നത് ഇത് വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുകയും നമുക്കൊന്നും കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ പിടിക്കുമ്പോൾ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, പിന്നെ തലകറക്കം അല്ലെങ്കിൽ ബാലൻസിങ്ങിനൊക്കെ പ്രശ്നം വരുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ ഒട്ടും വൈകാതെ തന്നെ തീർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ടുകളെ വേണ്ട രീതിയിൽ നല്ല ഒരു ഡോക്ടറിനെ കാണിച്ചിട്ട് നമ്മൾ അതിന് കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ്. പിന്നെ ഈ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ നമ്മുടെ കഴുത്തുവേദന എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ ഇങ്ങനെ പല ലെയർ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരേപോലുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ ഒരേപോലുള്ള പെയിൻ കില്ലേഴ്സോ മാത്രം കൊണ്ട് ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കഴുത്തുവേദന കൂടെ കൂടെ വരുന്നുണ്ടെങ്കിൽ അതിനെ അവഗണിക്കരുത്, കൃത്യമായിട്ടുള്ള ചികിത്സ തേടണം. പെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും അത് ശരീരം നമുക്ക് തരുന്നൊരു സിഗ്നലാണ്, അതൊരു അടയാളാണ്. അപ്പൊ ഈ പെയിനെ നമ്മൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. താങ്ക് യു.